പാഞ്ചാല രാജാവ് ദ്രുപദൻ ദ്രോണാചാര്യനോടും തന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയ അർജുനനോടും ഉള്ള പക അടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആയുധബലം കൊണ്ട് ദ്രോണാചാര്യനെ ജയിക്കാൻ തനിക്ക് ആകില്ലെന്ന് ദ്രുപദരാജാവിന് നല്ലതുപോലെ അറിയാമായിരുന്നു. താൻ എത്ര നിസ്സഹായനാകാൻ കാരണം തനിക്ക് ഒരു പുത്രനില്ലാതെ പോയതിനാലാണെന്ന് ദ്രുപദരാജാവിന് തോന്നി. പാഞ്ചാല രാജാവിന് ഒരേ ഒരു ലക്ഷ്യം, ദ്രോണരെ നിഗ്രഹിക്കുന്നതിന് ഒരു ബലവാനായ പുത്രനെ ലഭിക്കണം. പുത്രപ്രാപ്തിക്കായി ദ്രുപദരാജാവ് പുത്രാകാമിഷ്ടി യാഗം നടത്താൻ തീരുമാനിച്ചു. രാജാവ് അതിന് യോഗ്യരായ മഹർഷിമാരെ കണ്ടെത്തി. ശിഷ്യന്മാർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞങ്ങൾ യാഗം നടത്താം. പക്ഷേ അതിൽ നിന്ന് എന്ത് ലഭിച്ചാലും അങ്ങ് അത് അംഗീകരിക്കണം. ദ്രുപദൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ സമ്മതിച്ചു. യാഗം ആരംഭിച്ചു. ദേവതകൾക്കായുള്ള ആഹുതികൾ അഗ്നിയിൽ അർപ്പിക്കപ്പെട്ടു. പെട്ടെന്ന് തീയുടെ ജ്വാലകൾ ആകാശത്തേക്ക് പടർന്നു. ആ ശാന്തതയെ തകർത്തുകൊണ്ട് ഒരു അശരീരി, ഈ പുത്രൻ തീ പോലെ ശക്തനായ ധീരൻ, ദ്രുപദന്റെ ദുഃഖത്തിന് അവസാനമുണ്ടാക്കാനായിട്ടാണ് ജനിക്കുന്നത്. ഇവൻ ദൃഷ്ടദ്യുമ്നൻ എന്നു അറിയപ്പെടും. തീയിൽ നിന്ന് ഒരു ഉജ്ജ്വലമായ ബാലൻ പിറന്നു. ദ്രുപദൻ അതീവ സന്തോഷത്തോടെ പുത്രനെ വാരിപ്പുണർന്നു. അപ്പോഴാണ് വീണ്ടും തീജ്വാലകൾ മുകളിലേക്ക് ഉയർന്നത്. ഈ പ്രാവശ്യം തീജ്വാലകൾ അതീവ ഉയരത്തിലും തീവ്രത കൂടിയതുമായിരുന്നു. ഋഷിമാരും രാജാവും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചുനിന്നു. അപ്പോഴാണ് വീണ്ടും ഒരശരീരി ദേവപ്രസാദമായി ദ്രുപദന് ഒരു പുത്രി കൂടി വരദാനമായി നൽകുന്നു. ദ്രുപദ രാജാവിന് ഈ വാർത്ത അത്ര സന്തോഷമായി തോന്നിയില്ല. രാജാവ് പറഞ്ഞു, എനിക്ക് ഒരു പുത്രിയുടെ ആവശ്യം ഇല്ല, ഞാൻ ഒരു പുത്രനായി ആണ് ഈ യാഗം നടത്തിയത്. ഋഷിമാർ പറഞ്ഞു, രാജാവേ, ഈ യാഗത്തിൽ നിന്ന് ജനിച്ച കന്യക ആര്യാവർത്തത്തിന്റെ ഭാഗ്യമായി മാറുന്നതാണ്. ദൈവികമായ വരദാനമാണ് അവൾ. ഈ ഭാഗ്യത്തെ അങ്ങ് തള്ളിക്കളയരുത്. രാജാവ് ദേഷ്യത്തോടെ പറഞ്ഞു, ഒരു സ്ത്രീയും ആരുടെയും ഭാഗ്യമാകുന്നില്ല ഈശ്വരി. അഗ്നിയുടെ തീവ്രത കൂടി വന്നു. ഋഷിമാർ പറഞ്ഞു, രാജാവേ, ദേവന്മാർ കോപിക്കുകയാണ്, അവരുടെ വരദാനം നിഷേധിക്കാതിരിക്കും. ദ്രുപദ രാജാവ് അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. എനിക്ക് ഒരു പുത്രിയുടെ ആവശ്യം ഇല്ല. ഞാൻ ഈ യാഗം നടത്തിയത് ഒരു വീരപുത്രനു വേണ്ടിയാണ്. അദ്ദേഹം യാഗവേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചു. പെട്ടെന്ന് തീജ്വാലകൾ രാജാവിനെ ചുറ്റി. അന്തരീക്ഷം മാറാൻ തുടങ്ങി. ഇടിമിന്നൽ വന്നു. ഋഷിമാർ പറഞ്ഞു, രാജാവേ, അങ്ങേക്ക് യാഗം പൂർത്തിയാകാതെ യാഗവേദി ഉപേക്ഷിക്കാനാവില്ല. രാജാവ് ക്രോധത്തോടെ യാഗവേദിയിൽ വന്നു. എന്നിട്ട് ആഹൂതി അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഈ കന്യകയ്ക്ക് ജീവിതം മുഴുവൻ ദുഃഖം ചോദിക്കുന്നു. ഈ അഗ്നിയെപ്പോലെ ശുദ്ധിയായവളും, എന്നാൽ ഈ ലോകത്തുള്ള എല്ലാ അപവിത്രതയും അവൾക്ക് ലഭിക്കട്ടെ. എന്നാലും ലോകം അവളെ പവിത്രമായി കണക്കാക്കണം. ഇങ്ങനെയുള്ള പുത്രിയെയാണ് എനിക്ക് ആവശ്യം. ദേവതകൾക്ക് ഇങ്ങനെയുള്ള പുത്രിയെ എനിക്ക് തരാൻ കഴിയുമോ? ഇങ്ങനെ ചോദിച്ചു ദ്രുപദരാജാവ് തിരിഞ്ഞു നടന്നു. അപ്പോൾ തീ വീണ്ടും ജ്വലിച്ചു. ആകാശത്തേക്ക് കുതിച്ചു. മൗനം നിറഞ്ഞ ആ വേദിയിൽ തേജസ്വിയായ കന്യക പതുക്കെ തീയിൽ നിന്നും പുറത്തുവന്നു. അവൾ ദേവതയെപ്പോലെ അതീവ സുന്ദരിയായിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്നും ഒരു സുഗന്ധം പരന്നു. അപ്പോൾ വീണ്ടും ഒരശരീരി, യാഗത്തിൽ നിന്നും ജനിച്ചതിനാൽ യാഗസേനി എന്നും കൃഷ്ണയെന്നും ഈ കന്യക അറിയപ്പെടും. ഇവൾ ആര്യവർത്തത്തിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരും. അവൾ തന്റെ പിതാവിന്റെ കാലുകൾ തൊട്ടുപറഞ്ഞു, പ്രണാമം പിതാശ്രീ.